മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഗുരുതര ചികിത്സാ പിഴവ്. ശസ്ത്രക്രിയയ്ക്കിടെ 73-കാരിയുടെ കാലിലെ ഞരമ്പ് മുറിഞ്ഞു. കാലുവേദനയെ തുടർന്നാണ് നിലമ്പൂർ ചുങ്കത്തറ സ്വദേശിനി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയത്. സർജറിക്ക് ശേഷം ഗുരുതരാവസ്ഥയിലായ വയോധികയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. സ്വാലിഹ മലപ്പുറത്ത് നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുകയാണ്. സ്വാലിഹ, വലിയ ചികിത്സാ പിഴവാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ കാലിലെ അസുഖത്തിന് ചികിത്സ തേടിയെത്തിയ വയോധികയ്ക്ക് ഒടുവിൽ കാലിലെ ഞരമ്പ് മുറിച്ചു മാറ്റുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചത്? മനു, ഗുരുതരമായ പിഴവ് തന്നെയാണ്. നടന്ന് ആശുപത്രിയിലെത്തിയ രോഗിയുടെ കാല് ഇപ്പോൾ മുറിച്ചു മാറ്റേണ്ട സാഹചര്യമാണ്. മെയ് 12-നാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ വെച്ച് ശസ്ത്രക്രിയ നടത്തിയത്. കാലുവേദനയ്ക്കാണ് ആശുപത്രിയിൽ എത്തിയിരുന്നത്. ഈ ശസ്ത്രക്രിയ നടന്ന ദിവസം വൈകുന്നേരം ഈ കാലിൽ തണുപ്പ് അനുഭവപ്പെട്ടതിനെ തുടർന്ന് കൂട്ടിരിപ്പുകാരാണ് ഡോക്ടറെ വിളിച്ചത്. തുടർന്ന് നടത്തിയ സ്കാനിങ്ങിൽ രോഗിയുടെ കാലിലേക്കുള്ള രക്തയോട്ടം പൂർണ്ണമായും നിലച്ചതായി കണ്ടെത്തി. ഇത് ഈ സർജറിക്കിടെ ഞരമ്പ് മുറിഞ്ഞു പോയതാണെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഈ വിവരങ്ങളെല്ലാം മറച്ചു വെച്ച ബന്ധുക്കളോട് മറ്റെവിടേക്കെങ്കിലും കൊണ്ടുപോകാനാണ് ആ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ നിർദ്ദേശിച്ചത്. മാത്രമല്ല, സ്വന്തം ഇഷ്ടപ്രകാരമാണ് പോകുന്നതെന്ന് എഴുതി വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. രോഗിയുടെ അതുവരെയുള്ള ചികിത്സാ വിവരങ്ങൾ പോലും നൽകാതെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞയക്കുകയായിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു. ഇവരിപ്പോൾ ജില്ലാ ഒരു മിനിറ്റ് നമുക്ക് അവർക്ക് പറയാനുള്ളത് കൂടി കേൾക്കണമല്ലോ. വളരെ വേഗം അതൊന്ന് കേട്ടതിന് ശേഷം ഞാൻ സ്വാലിഹിലേക്ക് മടങ്ങി വരാം. 10-ാം തീയതി അഡ്മിറ്റ് ആകാൻ പറഞ്ഞു. 10-ാം തീയതി അഡ്മിറ്റ് ചെയ്ത് 12-ാം തീയതി സർജറി ചെയ്തു. 12-ാം തീയതി സർജറി ചെയ്ത് ഒരു 10-11 മണിയായപ്പോൾ ഐസിയുന്ന് ഇറക്കിയിട്ട് ഒരു 11-12 മണിയൊക്കെ ആകുമ്പോഴത്തേന് കാലിന് ഒരു കളർ മാറ്റും. വേദന കൊണ്ട് വേദന സഹിക്കാൻ പറ്റാതെ കരയാണ്. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ ഡോക്ടറെ വിളിച്ചു. ഒരു 3-4 മണിയൊക്കെ ആയപ്പോഴത്തേന് കാലിൻ്റെ കളറും ഇതൊക്കെ മാറാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഡോക്ടറെ അടുത്ത് ഇങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ അവർ നോക്കിയിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഒരു എക്സ്റേ എടുക്കുന്ന പറഞ്ഞു. എക്സ്റേ എടുത്തു അപ്പോൾ പറഞ്ഞു പിന്നെ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്യാൻ നേരത്താണ് പറഞ്ഞത് പിന്നെ ഞങ്ങൾ സ്കാൻ പുറത്തുനിന്ന് പോയി ചെയ്യട്ടെ എന്ന് പറഞ്ഞപ്പോൾ ചെയ്യാൻ പറ്റും. ചെയ്യാൻ ഇവിടെ നോക്കാൻ ഡോക്ടർമാരില്ല, പഠിക്കുന്ന ഡോക്ടർമാരേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ പുറത്തെങ്ങോട്ടും കൊണ്ടുപോയിക്കൊള്ളുന്നത്. അങ്ങനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയത്. മെഡിക്കൽ കോളേജ് കൊണ്ട് ചെയ്യുന്നത് അവിടെ ചെന്നിട്ടാണ് സ്കാനിങ്ങൊക്കെ ചെയ്തത്. അപ്പോഴാണ് അറിഞ്ഞത് നരമ്പ് കട്ടായിട്ടുള്ള അറിയുന്നത്. അപ്പോൾ എന്താണ് സംഭവിച്ചെന്ന് ആ ബന്ധു പറയുകയായിരുന്നു. സ്വാലി, ഇപ്പോൾ നമുക്കതിൽ വ്യക്തത വന്നിട്ടുണ്ട്. അതായത് സ്വാലി പറഞ്ഞത് ആ ബന്ധു അതേ രീതിയിൽ തന്നെ നമ്മളോട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ വിഷയം പുറത്തറിഞ്ഞതിന് ശേഷം, വാർത്തയായതിനു ശേഷം എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്താനോ വിശദീകരണം നൽകാനോ മെഡിക്കൽ കോളേജ് അധികൃതർ ശ്രമിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ തുനിഞ്ഞിട്ടുണ്ടോ? മനു, ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. ജില്ലാ മെഡിക്കൽ ഓഫീസർ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിൽ നിന്ന് വിശദീകരണം തേടിയിട്ടുണ്ട്. നമുക്ക് ഈ ഡോക്ടറുമായി ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. പകരം ഈ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ഈ ഡോക്ടർ വിദേശത്താണുള്ളത്. അദ്ദേഹം മടങ്ങിയെത്തിയതിനു ശേഷം ഈ സർജറി ചെയ്ത ഡോക്ടർ ഇപ്പോൾ വിദേശത്താണുള്ളത്. അയാൾ മടങ്ങിയെത്തിയ ശേഷം ഫയലുകൾ പരിശോധിച്ച് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തി നടപടികൾ സ്വീകരിക്കുമെന്നാണ്. അല്ല, അതൊരു സുഖകരമായ മറുപടി അല്ലല്ലോ. അയാൾ വരുന്നിടം വരെ ഒരു രോഗി ഈ പ്രശ്നമുണ്ടായിട്ട് കാത്തിരിക്കണോ എന്താണ് സംഭവിച്ചെന്ന് അറിയാൻ വേണ്ടിയിട്ട്? അതിനു മുൻപ് തന്നെ അന്വേഷിച്ച് എന്താണ് സംഭവിച്ചതെന്ന് പുറത്തു പറയാനുള്ള നിയമപരമായ ബാധ്യതയും ഉത്തരവാദിത്വവും മെഡിക്കൽ കോളേജ് അധികൃതർക്കില്ലേ, ആരോഗ്യ വകുപ്പിനില്ലേ? അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ? ഡോക്ടർ വരുന്നിടം വരെ അയാളുടെ സൗകര്യത്തിന് നമ്മൾ കാത്തിരിക്കണോ? മനു, മെഡിക്കൽ ഓഫീസറുടെ മെഡിക്കൽ സൂപ്രണ്ട് ഇക്കാര്യത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അതേസമയം തന്നെ അവർ പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായി. പക്ഷേ ഇതിന്റെ പ്രശ്നം, ഈ ഡോക്ടർ വിദേശത്ത് പോയി അയാളുടെ സൗകര്യത്തിന് ഈ നാട്ടിലെ മനുഷ്യർ കാത്തിരിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലല്ലോ. ഔദ്യോഗിക വിശദീകരണമല്ല മനു. ഇപ്പോൾ അത് ജില്ലാ മെഡിക്കൽ ഓഫീസർ തന്നെ വിശദീകരണം തേടിയിട്ടുണ്ട്. ഇത് വേഗത്തിൽ നൽകിയേക്കും. പക്ഷേ പിഴവ് സംഭവിച്ചു എന്ന കാര്യം ഉറപ്പാണ്. അതിന്റെ ഒരു ആശങ്ക നമുക്ക് ഈ ഡോക്ടർമാർക്കിടയിലൊക്കെ കാണാനുണ്ട്. മെഡിക്കൽ കോളേജിലാവട്ടെ, ഇവരെത്തിയതിനു ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വീണ്ടും ശസ്ത്രക്രിയ നടത്തിയപ്പോഴാണ് ഈ കാലിലേക്കുള്ള ഞരമ്പ് തന്നെ മുറിഞ്ഞു പോയത് വിവരം ഒരു സ്ഥിരീകരണം ഉണ്ടാവുന്നത്. അതിന്റെ റിപ്പോർട്ടും ഈ കുടുംബത്തിന്റെ കൈവശമുണ്ട്. നിലവിൽ 5 ശസ്ത്രക്രിയകളാണ് നടന്നിട്ടുള്ളത്. ഈ സംഭവത്തിന് ശേഷം 5 ശസ്ത്രക്രിയകൾ ഇപ്പോൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട്.
ഇതിനാവട്ടെ മെഡിക്കൽ ഇൻഷുറൻസ് ഈ മെഡിക്കൽ കോളേജിൽ ഇവർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടായിരുന്നിട്ടും അത് നൽകാതെ 6 ദിവസം അവിടെ ദുരിതത്തിൽ കിടത്തി എന്നും ഈ കുടുംബം പരാതിയിൽ DMOക്ക് കൊടുത്ത പരാതിയിൽ പറയുന്നുണ്ട്. ഇത്തരത്തിൽ വലിയ അശ്രദ്ധ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന്, മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തു നിന്നും, ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. നീതി കിട്ടും എന്ന ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് പരാതി നൽകിയിട്ടുള്ളത്. ഒരു കാര്യം ഇപ്പോൾ അവരുടെ അമ്മയുടെ ആരോഗ്യാവസ്ഥ എങ്ങനെയുണ്ട്? കാരണം ആദ്യത്തെ ഒരു പ്രശ്നമുണ്ട്, അതിനുശേഷം ഈ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ സംഭവിച്ച ഗുരുതരമായ പ്രശ്നമുണ്ട്. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തുമ്പോൾ അവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഗുരുതരാവസ്ഥയിൽ തന്നെയാണ്. ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ICUവിൽ തുടരുകയാണ്. കാല് മുറിച്ചു മാറ്റേണ്ടി വരും എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. അതായത് ചെറിയൊരു കാലുവേദനയ്ക്ക് നടന്ന ആശുപത്രിയിലേക്ക് പോയയാളാണ് ഇത്തരത്തിൽ ഒരു കൈപ്പിഴവ് സംഭവിച്ചത് കൊണ്ട് മാത്രം ഇങ്ങനെ ദുരിതത്തിലായിരിക്കുന്നത്. ഗുരുതരാവസ്ഥയിൽ തന്നെ ആശുപത്രിയിൽ തുടരുകയാണ്. ബന്ധുക്കൾ പരാതി നൽകാനായി ബന്ധുക്കളിൽ ചിലരാണ് ഇന്ന് മലപ്പുറത്തെത്തി മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസറെ നേരിട്ട് കണ്ടത്. സ്വാലി, അതായത് കാലുവേദനയെ തുടർന്ന് ഇവർ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തുന്നു, അവിടെ പരിശോധിക്കുന്നു, അപ്പോൾ ഒരു സർജറി വേണമെന്ന് പറയുന്നു, ആ സർജറി നടത്തുന്നു. ആ സർജറിയുടെ സമയത്ത് കാലിലെ ഞരമ്പ് കട്ടായി പോകുന്നു. പക്ഷേ ഇത് ആ കുടുംബത്തിനോട് ഈ ഡോക്ടർമാരും ആശുപത്രി അധികൃതരും മറച്ചു വെച്ച് ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അവിടുന്ന് നിർബന്ധിച്ച് ഡിസ്ചാർജ് ചെയ്യിപ്പിക്കുകയായിരുന്നു, അല്ലേ? അതാണ് സംഭവിച്ചത്. മനു, ഈ വിവരങ്ങൾ മറച്ചു വെച്ചു എന്നുമല്ല, മറ്റൊരാശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതുവരെയുള്ള ചികിത്സാ രേഖകൾ നൽകണം, അതുപോലും ചെയ്തിട്ടില്ല. കൊണ്ടുപോകണം എന്ന് ഡ്യൂട്ടി ഡോക്ടറാണ് ഇവരോട് രാത്രി വന്ന് പറയുന്നത്. ഇവിടെ നിന്ന് മറ്റൊരാശുപത്രിയിലേക്ക് നിങ്ങൾ കൊണ്ടുപോകണം എന്ന് പറയുന്നത്. അങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാണ് എന്ന് പറഞ്ഞപ്പോൾ ഈ ആശുപത്രി അധികൃതർ ചികിത്സാ രേഖകൾ നൽകിയിട്ടില്ല. മാത്രമല്ല എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച കാര്യങ്ങൾ ഈ കുടുംബത്തിൽ നിന്ന് പൂർണ്ണമായി മറച്ചു വെക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് എന്തിനാണ് ഇവിടെ നിന്ന് ഇപ്പോൾ മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞത്, അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ മറുപടിയില്ല ആശുപത്രി അധികൃതർക്കല്ലേ? അവർ അതിനെക്കുറിച്ച് മിണ്ടുന്നതേയില്ല. പകരം നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറയുകയാണ്. അതായത് ഈ സർജറി കഴിഞ്ഞ ദിവസം 12-ാം തീയതിയാണ് രാത്രി കാലിൽ തൊട്ടു നോക്കിയപ്പോൾ കാലിൽ നല്ല തണുപ്പ് അനുഭവപ്പെട്ടു. കാലിലേക്ക് രക്തയോട്ടം നിലച്ചതായി ഇവർക്ക് അതുകൊണ്ട് സംശയം തോന്നി. ഉടൻ തന്നെ ഡോക്ടർമാരെ വിളിച്ച് വിവരം അറിയിച്ചു. അങ്ങനെ സ്കാൻ ചെയ്തു. അപ്പോഴാണ് ഈ കാര്യങ്ങൾ ഡോക്ടർമാർക്കും മനസ്സിലാവുന്നത്. പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് കുടുംബത്തോട് പറയുന്നില്ല. ഗുരുതരമായ സാഹചര്യമുണ്ട്, നിങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകണം, അതാണ് നല്ലത് എന്നവരോട് പറയുന്നു. എന്നാൽ എങ്ങോട്ട് കൊണ്ടുപോകണം എന്ന് ഡോക്ടർമാർ പറഞ്ഞില്ല. ഇവർ തന്നെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി പ്രിഫർ ചെയ്യുന്നത്. ചില സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് കൊണ്ടാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോകാമെന്ന് പറയുന്നത്. ആ സമയത്ത് ഈ ചികിത്സാ രേഖകൾ നൽകാതെ ഞങ്ങൾ നേരിട്ട് അവിടെ പറഞ്ഞോളാം എന്ന് പറഞ്ഞ് ഈ കുടുംബത്തെ തെറ്റിദ്ധരിപ്പിച്ച് ആശുപത്രിയിൽ നിന്ന് ഡ്യൂട്ടി ഡോക്ടറാണ് പറഞ്ഞയക്കുന്നത്. അതേസമയം സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇവിടെ നിന്ന് പോകുന്നത് എന്ന് ആശുപത്രി അധികൃതർ എഴുതി വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഈ കുടുംബത്തിന് വലിയൊരു സംശയം തോന്നുന്നത്. ആശുപത്രിയിൽ എന്തോ പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്നൊരു സംശയം ഈ കുടുംബത്തിന് ഇങ്ങനെ എഴുതി വാങ്ങിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഉണ്ടാവുന്നത്. അതാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പരിശോധനയിൽ അവർ സ്ഥിരീകരിച്ചത്. അതായത് കാലിലേക്കുള്ള ഞരമ്പ് മുറിഞ്ഞു പോയതാണ്. രക്തയോട്ടം പൂർണ്ണമായി ഇല്ലാതാവാനും ഈ കാലിന്റെ സാഹചര്യങ്ങൾ ഗുരുതരമാവാനും ഈ കാൽ മുറിച്ചു മാറ്റുന്ന നിലയിലേക്ക് വരെ കൊണ്ടെത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. അത് ഈ 5-6 ദിവസത്തിനിടെ 5 ശസ്ത്രക്രിയകൾ നടത്തി. ഇപ്പോഴും അത് പൂർണ്ണമായി സുഖപ്പെട്ടിട്ടില്ല. കാലിലേക്കുള്ള രക്തയോട്ടം പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല. 73 വയസ്സുണ്ട്. അതിന്റെ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ വേറെയുമുണ്ട്. ഇങ്ങനെ വലിയ ഒരു ദുരിതത്തിലാണ് ആ കുടുംബവും, വലിയ വേദനയിലാണ് ഈ 73-കാരിയായ ചുങ്കത്തറ സ്വദേശിനിയും. മനു.